ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ദുബായ് മെട്രോ സർവീസിനെ കുറിച്ചാണ്. ദുബായ് മെട്രോ സർവീസ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സർവീസും അതേപോലെ തന്നെ സേഫസ്റ്റ് സർവീസുമാണ്. ഏതൊരു കൊച്ചുകുട്ടിക്കും യാത്ര ചെയ്യുന്നത് പോലെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദുബായ് മെട്രോ സർവീസ് രണ്ട് തരമുണ്ട്. അതേപോലെ തന്നെ ഗ്രീൻ ലൈനും ഉണ്ട്, റെഡ് ലൈനുണ്ട്. അപ്പോൾ ഗ്രീൻ ലൈനിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ആൻഡും എൻഡിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ദുബായ് ക്രീക്കുമാണ്. മെട്രോ സർവീസ് കാലത്ത് 6 മണിക്കും തൊട്ട് രാത്രി 12 മണി വരെയുണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് എങ്ങനെയാണ് എൻട്രി ചെയ്യാൻ നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു നോൾ കാർഡ് ഉണ്ടായിരിക്കണം. ഈ നോൾ കാർഡ് നമ്മൾ സ്വൈപ്പ് ചെയ്താൽ മാത്രമേ ഈ ഗേറ്റ് ഓപ്പൺ ആവുള്ളൂ. നോൾ കാർഡ് നമുക്ക് എത്ര വേണമെങ്കിലും റീചാർജ് ചെയ്യാം. 25 ദിർഹം തൊട്ട് 100 ദിർഹം വരെ റീചാർജ് ചെയ്യാം. നോൾ കാർഡ് റീചാർജ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ബസ് സ്റ്റേഷനിൽ റീചാർജ് ചെയ്യാം, അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ATM കൗണ്ടറുണ്ട്, അവിടെ പോയിട്ട് റീചാർജ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് മേലെയാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള ഒന്നല്ലെങ്കിൽ ലിഫ്റ്റ് ഉണ്ടായിരിക്കും, ഒന്നല്ലെങ്കിൽ എസ്കലേറ്റർ ഉണ്ടായിരിക്കും. ഈ എസ്കലേറ്ററിൻ്റെ ഇടയിൽ വാഷ്റൂംസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് വാഷ്റൂമിൽ പോകാനും അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ചെറിയ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിൻ കയറണമെങ്കിൽ മേലേക്ക് കയറണം, ഒന്നല്ലെങ്കിൽ എസ്കലേറ്ററിൽ കയറുക, അല്ലെങ്കിൽ ലിഫ്റ്റിൽ കയറുക. കാലിൽ സുഖമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ലിഫ്റ്റിൽ പോകാം, അല്ലെങ്കിൽ എസ്കലേറ്ററിൽ പോകാം. ഇപ്പോൾ പീക്ക് ടൈമൊന്നുമല്ല, പീക്ക് ടൈം 7 to 12 ആണ്. അതായത് ഈ ഈവനിങ്ങിൽ ജോലി കഴിഞ്ഞിട്ട് ആൾക്കാർ 7 മണി മുതൽ രാത്രി 12 മണി വരെയാണ് ഇതിൻ്റെ പീക്ക് ടൈം. അപ്പോൾ വളരെ തിരക്കായിരിക്കും ആ സമയത്ത്. ഇപ്പോൾ ഉച്ചയാണ്, അപ്പോൾ പിന്നെ അധികം തിരക്കൊന്നുമില്ല. ഇത് ഗ്രീൻ ലൈനാണ്. ഗ്രീൻ ലൈനിൽ നമ്മളിപ്പോൾ ഊതുമേത്ത എന്ന സ്റ്റേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് 27 നമ്പറിലാണ് ഇരിക്കുന്നത്. അത് ഗ്രീനിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആൻഡും അതേപോലെ തന്നെ എൻഡിങ് പോയിൻ്റ് ദുബായ് ക്രീക്കുമാണ്. അങ്ങനെ നമ്മൾ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് ഗ്രീനിലാണ് ഫുള്ള് സ്റ്റേഷൻസ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ലൈൻ വരച്ചിട്ട് അതിലുള്ള ഒക്കെ സ്റ്റേഷൻസ് ഗ്രീനിൽ അടയാളപ്പെടുത്തുക. റെഡ് ലൈൻ ആണെങ്കിൽ റെഡിൽ ലൈൻ വരച്ചിട്ട് അതിൽ ആണ് സ്റ്റേഷൻസ് അടയാളപ്പെടുത്തുന്നത്. ഇപ്പോൾ അപ്പർ സൈഡിൽ ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ആ സൈഡിൽ ഒരു ഗ്ലാസ് ഡോർസ് ഉണ്ട്. ആ ഗ്ലാസ് ഡോർസ് ഓപ്പൺ ആക്കിയിട്ട് ട്രെയിനിൻ്റെ ഡോർസും ഓപ്പൺ ആക്കിയിട്ട് അലൈൻ ചെയ്തിട്ട് പാസഞ്ചേഴ്സ് നമുക്ക് എക്സിറ്റ് ചെയ്യാം. അങ്ങനെ ഈ സൈഡിൽ ഇപ്പോൾ ട്രെയിൻ വന്നിട്ടില്ല. ഈ ട്രെയിൻ വരുമ്പോൾ നമുക്ക് അതിൽ കാണാം ഇങ്ങനെയാണ് ഒരു ഗ്ലാസ് ഡോർ ഓപ്പൺ ആവുന്നതും അതേപോലെ ട്രെയിൻ വരുന്നതും. ഇപ്പോൾ ഒരു ട്രെയിൻ വരണമെങ്കിൽ അതിൽ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടൈം ഷെഡ്യൂൾ കാണിക്കും. എത്ര മിനിറ്റ്, 4 മിനിറ്റാണ് ലേറ്റ് ആവുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 3 മിനിറ്റ്, 2 മിനിറ്റ്, 1 മിനിറ്റ് അങ്ങനെ വന്നിട്ടാണ് ട്രെയിൻ ഈ സൈഡിൽ വരുന്നത്. അപ്പോൾ നല്ല സേഫസ്റ്റും അതേപോലെ തന്നെ ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഇത് മെട്രോ സ്റ്റേഷനാണിത് എല്ലായിടത്തും. അപ്പോൾ ഇത് ഒരു ഹൈടെക് ഇതുപോലെയാണ് ഇത് സ്റ്റേഷനൊക്കെ കാണിച്ചിരിക്കുന്നത്. എല്ലാവക സൗകര്യങ്ങളും ഉണ്ട് ഇതിൽ. എസ്കലേറ്റർ, ലിഫ്റ്റ്, അതേപോലെ തന്നെ വിശ്രമ കേന്ദ്രങ്ങൾ, വാഷ്റൂംസ്, അങ്ങനെ കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ നോൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാത്രി വരെ സഞ്ചരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യം ഗ്രീൻ ലൈനിൽ യാത്ര ചെയ്തിട്ട് പിന്നെ റെഡ് ലൈനിലേക്കും ബുർജുമാനിലോ യൂണിയനിലോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് റെഡ് ലൈൻ കയറി അവിടുന്ന് പിന്നെ അതിൻ്റെ അറ്റം പോയിട്ട് തിരിച്ച് വേറെ ട്രെയിൻ പിടിച്ചിട്ട് ഗ്രീൻ ലൈനിലേക്ക് വന്ന് അങ്ങനെ രാത്രി സഞ്ചരിച്ച് പിന്നെ എക്സിറ്റ് ആയാൽ മാത്രം നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുള്ളൂ. സ്റ്റേഷൻ വിട്ട് പുറത്ത് പോകണം, അതാണ്. എന്നാൽ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുള്ളൂ. അതുവരെ നമുക്ക് എത്ര വേണമെങ്കിൽ സഞ്ചരിക്കാം. അതാണ് ഈ ദുബായ് മെട്രോൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാണ്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്ത വേറെ ട്രെയിൻ പിടിച്ച് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് അവിടുന്ന് തിരിച്ച് വന്ന് സ്റ്റേഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുള്ളൂ. അപ്പോൾ അത്ര ചീപ്പാണ് ദുബായ് മെട്രോ സർവീസ്. അതേപോലെ തന്നെ എല്ലാ യാത്രക്കാരും, കൊച്ചു കുട്ടികളും അതേപോലെ തന്നെ സ്കൂളിൽ പോകുന്ന പിള്ളേരും ഒക്കെ ഇതിൽ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല ക്ലീനായിട്ടും അതേപോലെ തന്നെ സേഫസ്റ്റ് ആയിട്ടുള്ള സർവീസാണിത്. അപ്പോൾ ഇപ്പോൾ ഒരു ട്രെയിൻ വരുന്നതാണ് നമ്മൾ കാണുന്നത് ഈ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഈ സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ഡോറും ഒരുമിച്ചാണ് അലൈൻമെൻറ്റ് ആവുക. അതായത് ഈ ഗ്ലാസ് ഡോർസ് ഓപ്പൺ ആയ പോലെ തന്നെ ഇതിൻ്റെ ട്രെയിനിൻ്റെ ഡോറും അതേ ലൈനിൽ തന്നെ ഓപ്പൺ ആവും. അപ്പോൾ കറക്റ്റ് അലൈൻമെൻറ്റിലാണ് ഇത് 2 ഡോറും ഒരുമിച്ച് കോയിൻസൈഡ് ചെയ്യുക. അപ്പോൾ ഗ്ലാസ് ഡോർസ് ഓപ്പൺ പോലെ തന്നെ ഇതിൻ്റെ ട്രെയിനിൻ്റെ ഡോറും ഓപ്പൺ ആയി. അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇങ്ങനെ ട്രെയിൻ സ്റ്റേഷൻ തമ്മിൽ ഒരു ലൈനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ദുബായിൽ മെട്രോ സർവീസ് ഉപയോഗിക്കണം. താങ്ക് യു.